പോത്തിഫർ എന്ന് പറയുന്ന ഒരു യജമാനൻ ഒരു മാർക്കറ്റിൽ ചെന്നപ്പോൾ അവിടെ മനുഷ്യ മാംസം വിലക്ക് വെച്ചിരിക്കുക വിൽപ്പനയ്ക്ക്. അടിമ മാർക്കറ്റ്. ഇന്ന് മീൻ വാങ്ങാൻ പോകുന്ന പോലെ അന്ന് അടിമ മാർക്കറ്റ് ഉണ്ട്. അവിടെ നിരത്തി നിർത്തിയിരിക്കും അടിമകളെ. അങ്ങനെ പോത്തിഫർ എന്ന് പറയുന്നയാള് വീട്ടിന്റെ അടിമകളെ വാങ്ങാൻ വേണ്ടി പൈസയും കൊണ്ട് ഓരോ അടിമയുടെ അടുത്ത് ചെന്നപ്പോ അടിമയ്ക്ക് എങ്ങനെ വില പറയുന്നറിയോ? അടിമയുടെ മാംസത്തിനാണ് വില. എന്നെ വല്ലതും അവിടെ കൊണ്ട് നിർത്തിയാൽ എന്നെ ആരും വിലക്കെടുക്കാൻ വരത്തില്ല. ഏതെങ്കിലും നല്ല വണ്ണവും പൊക്കമുള്ള അടിമയുടെ കൂടെ ചിലപ്പോൾ എന്നെ ഫ്രീ ആയിട്ട് കൊടുക്കും. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ, അത്രേ ഉള്ളൂ. ഞാനൊക്കെ പോത്തിഫർ ഓരോ ആൾക്കാരെയും നോക്കി. മാംസത്തിനാവില്ല, മസിലിനാവില്ല, പൊക്കത്തിനാവില്ല. അപ്പോ പോത്തിഫറിന്റെ കണ്ണൊരാളുടെ മേൽ ഉടക്കി. പേര് ജോസഫ്. ചങ്ങല ധരിച്ച് നിൽക്കുകയാണ്. മാംസത്തിന് വില പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയ ജോസഫിന്റെ കയ്യിലാണ് പോത്തിഫറിന്റെ വീടിന്റെ താക്കോൽ വന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടിമത്വത്തിന്റെ വില പറഞ്ഞ്, മാംസത്തിന് വില പറഞ്ഞ് അടിമ മാർക്കറ്റിൽ നിന്ന് ഒരു അടിമയെ വില കൊടുത്തു വാങ്ങി വീട്ടിൽ കൊണ്ടുപോയ അടിമയുടെ ജോസഫിന്റെ കയ്യിലാണ് പോത്തിഫറിന്റെ താക്കോൽ മുഴുവൻ വന്നത്. നീ സ്വപ്നമുള്ളവനാണോ? വെളിപ്പാടുള്ളവനാണോ? കേട്ട ദൈവശബ്ദത്തിന് വേണ്ടി ജീവിക്കുന്നവനാണോ? അതിനുവേണ്ടി ഒന്നിനും കോംപ്രമൈസ് ചെയ്യാത്തവനാണോ? താക്കോലുകൾ നിന്റെ കയ്യിൽ വരും. അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അപവാദം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ദൈവത്തിന്റെ ഫേവറാണ്.